നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റെയിൽവേ സുരക്ഷയെ വീണ്ടും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറോട് കല്ലേറ. പാലക്കാട് പറളി ഭാഗത്ത് വെച്ചാണ് ശനിയാഴ്ച വൈകുന്നേരം 4:30 ട്രെയിനിന് നേരെ ആക്രമണം ഉണ്ടായത്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന ട്രെയിൻ 22608 നേരെയാണ് കല്ലേറ് ഉണ്ടായത്. അതിവേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിനിന്റെ ജനൽ ചില്ലുകൾ കല്ലേറിൽ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. കല്ല് പതിച്ച ആഘാതത്തിൽ പുറത്തെ ചില്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഉള്ളിലെ സുരക്ഷാ പാളി തകരാത്തതിനാലാണ് യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ വലിയൊരു അപകടം ഒഴിവായത്. ട്രെയിനിന്റെ എക്സിക്യൂട്ടീവ് കോച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. സംഭവ സമയത്ത് കോച്ചിനുള്ളിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല എന്നത് റെയിൽവേ അധികൃതർ നൽകുന്ന ആശ്വാസ വാർത്തയാണ്. സംഭവത്തെ തുടർന്ന് ഓലവക്കോട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പറളി സ്റ്റേഷന് സമീപമുള്ള വിജനമായ ഭാഗങ്ങളിൽ നിന്നാണോ അതോ ട്രാക്കിന് സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നാണോ കല്ലേറുണ്ടായത് എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും റെയിൽവേ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിന് നേരെ മനഃപൂർവ്വം നടത്തിയ ആക്രമണമാണോ അതോ സാമൂഹിക വിരുദ്ധരുടെ കൃത്രിമമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറുകൾ നിത്യസംഭവമായി മാറുന്നത് യാത്രക്കാരെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച കോഴിക്കോട് വെച്ചുണ്ടായ കല്ലേറിൽ ഒരു യുവതിക്ക് സാരമായി പരിക്കേറ്റത് വൻ വാർത്തയായിരുന്നു. കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ച് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെയാണ് അന്ന് ആക്രമണം ഉണ്ടായത്. ട്രെയിനിന്റെ വാതിലിന് സമീപം നിന്നിരുന്ന യാത്രക്കാരിയുടെ മുഖത്താണ് അന്ന് കല്ല് പതിച്ചത്. വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത് മുതൽ നിരവധി തവണയാണ് ട്രെയിനിന് നേരെ കല്ലേറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വന്ദേ ഭാരത് നേരെ സമാനമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇത്തരം പ്രവൃത്തികൾ മൂലം റെയിൽവേക്ക് ഉണ്ടായത്. ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നത് ഗൗരവകരമായ കുറ്റമാണെന്നും പ്രതികൾക്ക് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന റെയിൽവേ നിയമമുണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇത്തരം സാമൂഹിക വിരുദ്ധരെ പിടികൂടാൻ റെയിൽവേക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്ന പരാതി ശക്തമാണ്. ട്രാക്കിന് സമീപം താമസിക്കുന്നവർക്കിടയിൽ ബോധവൽക്കരണം നടത്താനും ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും റെയിൽവേ നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതിവേഗ ട്രെയിനുകളുടെ ചില്ലുകൾ തകർക്കുന്നത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നിരിക്കെ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. പാലക്കാട് പറളിയിലെ കല്ലേറിന് ശേഷം ട്രെയിൻ നിശ്ചിത സമയത്ത് തന്നെ യാത്ര തുടർന്നു. ബംഗളൂരിൽ എത്തിയ ശേഷം തകർന്ന ചില്ലുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.